السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. നഅത്ത് വൽ മൻഊത്ത് എന്നുള്ള പാഠമാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്. അപ്പോൾ മൻഊത്ത് ആദ്യം വരും, പിന്നെ നഅത്ത് വരും. നഅത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം, ഒരു ഗുണം പറയുക എന്നുള്ളതാണ് നഅത്ത്. അതിൻ്റെ ആ ഗുണം പറയപ്പെടുന്ന വസ്തുവിനിക്കാണ് മൻഊത്ത് എന്ന് പറയുക. ഏതുപോലെ മൈദാനുൻ ഫസീഹുൻ പോലെ, മൈദാൻ എന്നുള്ളത് മൻഊത്ത്, ഫസീഹ് എന്നുള്ളത് നഅത്ത്, കിതാബുൻ എന്നുള്ളത് മൻഊത്ത്, മുഫീദുൻ എന്നുള്ളത് നഅത്തായിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്കതിൽ വർക്കുകൾ നോക്കാം. തംരീൻ 1. അല്ലാഹു നഅത്തൻ മുനാസിബൻ ഫീ കുല്ലി മകാനിൻ ഖാലിൻ വഷ്കുൽ ആഖിറഹു എന്ന് പറഞ്ഞത്. ഇവിടെ യോജിച്ച നഅത്തുകൾ അഥവാ സിഫത്തുകൾ, വിശേഷണങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കണം. നഅത്തുകളെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ആ ഒഴിഞ്ഞിട്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെന്ത് ചെയ്യണം? നല്ല യോജിച്ച നഅത്തിനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഗുണത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശേഷണത്തിൻ്റെ മേലെ അറിയിക്കുന്ന ഒരു പദം അവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മൻഊത്ത് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നഅത്ത് വരിക. മൻഊത്ത് റഫ് ആണെങ്കിൽ നഅത്തും റഫ്, പിന്നെ മൻഊത്ത് അലിഫ്ലാമുള്ളതാണെങ്കിൽ നഅത്തും അലിഫ്ലാമുള്ളത്, അങ്ങനെ തുടങ്ങി നമ്മൾ ഒരുപാട് എല്ലാം ഒരുപോലെയാണ് പറഞ്ഞല്ലോ. അപ്പോൾ റഫിലും നസ്ബിലും എല്ലാത്തിലും ഒരുപോലെ പിന്തുടരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കാം. ഒന്നാമത്തെ അൽ വലദു യുഹിബ്ബുഹു അബുഹു. അൽ വലദു കുട്ടി. ഇനി എങ്ങനത്തെ കുട്ടിയാണ്? അൽ വലദുൽ അൽ വലദുൽ മുത്തീഉ നല്ല അനുസരിക്കുന്ന കുട്ടിയെന്നോ, അത് കഴിഞ്ഞ് അൽ വലദുൽ ഹബീബു നല്ല ഇഷ്ടപ്പെടുന്ന കുട്ടിയെന്നോ, എന്തെങ്കിലുമായിട്ടുള്ളൊരു സിഫത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അൽ വലദു എന്നുള്ള റഫ് ആണ്, പിന്നെ അലിഫ്ലാമുണ്ട്. പിന്നെ അപ്പോൾ ഇതുപോലെ ആയിരിക്കണം അതിൻ്റെ നഅത്തും വരേണ്ടത്. ഒരു റഫ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതുപോലുള്ള മുദക്കർ തന്നെ ആയിരിക്കണം. അപ്പോൾ അൽ വലദുൽ മുത്തീഉ എന്നോ അല്ലെങ്കിൽ അൽ വലദുൽ ഹബീബു അല്ലെങ്കിൽ അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ആയിട്ട് കേട്ടോ. യുഹിബ്ബുഹു ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന, അബൂഹു അവൻ്റെ ഉപ്പ. അപ്പോൾ നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് അൽ വലദ് എന്നതിലേക്ക് യോജിച്ച ഒരു നഅത്തിനെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ രണ്ടാമത്തത് ജറൈതു ഫി മൈദാനിൻ. ജറൈതു ഞാൻ നടന്നു, ഫി മൈദാനിൻ മൈതാനത്തിൽ. എങ്ങനത്തെ മൈതാനമാണ്? നമ്മൾ പാടത്ത് പഠിച്ചൊരു ഉദാഹരണമുണ്ട്, ഫസീഹുൻ അല്ലേ. അപ്പോൾ ഫസീഹിൻ എന്നായിരിക്കും അത് ചേർത്ത് കൊടുക്കണമെങ്കിൽ. അതല്ലാത്ത നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുക. വാസിഇൻ അല്ലെങ്കിൽ തവീലിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് സ്വഗീരിൻ എന്നോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നഅത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം. ഇതിൽ അലിഫ്ലാമില്ല, അപ്പോൾ നഅത്തിലും അലിഫ്ലാം ഉണ്ടാവില്ല. പിന്നെ ഇത് മജ്റൂറാണ്, അപ്പോൾ അലിഫ്ലാം അത് നഅത്ത് മജ്റൂറായിരിക്കും. മൂന്നാമത്തത് അക്സിർ മിനൽ ഖിറാഅത്തി. നീ വായന അധികരിപ്പിക്കുക. ഫിൽ കുതുബി പുസ്തകങ്ങളിൽ. ഇനി എങ്ങനത്തെ പുസ്തകങ്ങളാണ് അധികമായിട്ട് വായിക്കേണ്ടത്? അപ്പോൾ ഇനി പുസ്തകത്തിന് നല്ലൊരു വിശേഷണം ചേർത്ത് കൊടുക്കുക. എന്തെങ്കിലും നല്ല ഉപകാരപ്രദമായ എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായിട്ട് ഒരു ഇസ്മ അവിടെ യോജിച്ചൊരു വിശേഷണം അവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫിൽ കുത്തുബി മജ്റൂറാണ്, അപ്പോൾ അതും മജ്റൂറായിരിക്കും. അലിഫ്ലാം ഉണ്ട്, അതിലും അലിഫ്ലാം ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അടുത്തത് യളുറു സ്വദീഖു സ്വാഹിബഹു എന്നുണ്ട്. ഇവിടെ സ്വദീഖു സുഹൃത്ത് ബുദ്ധിമുട്ടിപ്പിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു ആരെ? തൻ്റെ സുഹൃത്തിനെ എന്നാണ്. ഇവിടെ സ്വദീഖു എന്നുള്ള ഒന്നാം ഫായിലായി വന്ന സ്വദീഖ് എന്നുള്ള അതിനേക്കാണ് നല്ലൊരു വിശേഷണം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ എന്താണ്? പൊട്ടനായ സുഹൃത്ത് അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത സുഹൃത്തെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊരു ഇസ്മിനെ അവിടെ എന്താക്കി വസ്ഫാക്കിയിട്ട് സിഫത്താക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ യളുറു സ്വദീഖുൽ അഹ്മഖു മണ്ടനായ സുഹൃത്ത് തൻ്റെ സുഹൃത്തിനെ പ്രയാസപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അങ്ങനെ വളരെ സിമ്പിളായിട്ട് എന്തായിരിക്കണം? സ്വദീഖു എന്നുള്ള യളുറുൻ്റെ ഫായിലാണ്, അപ്പോൾ മർഫു ആണ്. അപ്പോൾ അത് നഅത്തായി വരുന്നതും മർഫു ആയിരിക്കും, അലിഫ്ലാമൊക്കെ ഉണ്ടായിരിക്കും. ഇതുപോലെ ആയിരിക്കും വരും കേട്ടോ. അതിനർത്ഥം എന്താണ്? ആയ അതിൻ്റെ ഒരു വിശേഷണം, ആ സ്വദീഖ് സുഹൃത്തിൻ്റെ ഒരു വിശേഷണത്തിൻ്റെ മേൽ അറിയിക്കുന്നതായിരിക്കണം. ഓക്കെ. പിന്നെ അദുവുൻ ഖൈറും മിൻ സ്വദീഖിൻ രണ്ടിടത്ത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അദുവുൻ ശത്രു, ഖൈറുൻ അവനാണ് നല്ലത്, മിൻ സ്വദീഖിൻ സുഹൃത്തിനേക്കാൾ. അപ്പോൾ അദുവുൻ എങ്ങനത്തെ ശത്രുവാണ് നല്ലത്? അപ്പോൾ അദുവുൻ ബുദ്ധിമാനായ, അല്ലെന്നുണ്ടെങ്കിൽ അദുവുൻ ഖരീബുൻ അടുത്ത ശത്രു, ഖൈറുൻ മിൻ സ്വദീഖിൻ
ബുദ്ധിയില്ലാത്ത ജാഹിലിൻ അഹ്മക്കിൻ എന്ന് വളരെ സിമ്പിളായിട്ട് അദുവിന് ഒരു സിഫത്ത് ചേർത്ത് കൊടുക്കുക, ഒരു നാത്ത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദുവിന് എന്നുള്ള മുബത്തതയാണ്, അത് റഫ് ആണ്. അപ്പോൾ ഇതിനും റഫ് ആയിരിക്കും. അലിഫ്ലാം അവിടെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് നാത്തിലും അലിഫ്ലാം ഉണ്ടാവുകയില്ല. അതുപോലെ മീൻ സ്വദീഖിൻ എന്നുള്ളത് മജറൂറാണ്, അപ്പോൾ അതിൻ്റെ സിഫത്തായി അതിന് നാത്തായി വരുന്നതും മജറൂർ തന്നെയായിരിക്കും. സ്വദീഖ് എന്നുള്ള അലിഫ്ലാം ഇല്ല, അപ്പോൾ അതിൻ്റെ സിഫത്തായി വരുന്നതിലും അലിഫ്ലാം ഉണ്ടാകാൻ പാടില്ല. ഇനി അടുത്തത് ലാ തശ്റബിൽ മാ ആ, നീ വെള്ളം കുടിക്കരുത്. എങ്ങനത്തെ വെള്ളമാണ് കുടിക്കാൻ പാടില്ലാത്തത്? അപ്പോൾ അതിന് യോജിച്ച ഒരു സിഫത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക, ഒരു നാത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം. അൽ മാ ആ എന്നല്ല, അപ്പോൾ അത് മഫ്ഊലാണ്. മഫ്ഊൽ മൻസൂബാണ്, അപ്പോൾ അതിനൊക്കെ നാത്ത് കൊടുക്കുമ്പോഴും എന്തായിരിക്കും? മൻസൂബ് തന്നെയായിരിക്കും. പിന്നെ അതിൽ അലിഫ്ലാം ഉണ്ട്, അപ്പോൾ അതിലും അലിഫ്ലാം ഉണ്ടായിരിക്കും. അൽ മാ അൽ ബാരിദ, തണുത്തന്നോ, അല്ലെങ്കിൽ അൽ മാ അൽ ഹാറ എന്നോ, അല്ലെങ്കിൽ അൽ മാ ഉൽ കദിറ എന്നോ, മോശപ്പെട്ട വെള്ളം എന്നോ, അൽ മാ ഉൽ മുലവ്വിത്ത, മലിനമായ വെള്ളം എന്നോ. അത് വളരെ സിമ്പിളായിട്ട് ഒരു സിഫത്ത് അവിടെ ചേർത്ത് കൊടുക്കട്ടോ. അതുപോലെ തന്നെ അടുത്തത് അൽ ഹിദാ ഉ, ചെരുപ്പ്, യളുറുൽ ഖദം, കാലിനെ പ്രയാസപ്പെടുത്തുന്നു. അപ്പോൾ എങ്ങനത്തെ ചെരുപ്പാണ്? ഈ സിഫത്തിൻ്റെ അർത്ഥം തന്നെ ആണ് എങ്ങനെയുള്ളതാണ് എന്നല്ലേ. അപ്പോൾ അൽ ഹിദാ ഉ തയ്യീഖു എന്ന, അൽ ഹിദാ ഉ സഗീറു എന്ന, ഇതിന് സിമ്പിളായിട്ടുള്ള ഒരു സിഫത്ത് അവിടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഹിദാവ് മുബത്തദയാണ്, അപ്പോൾ മർഫു ആണ്. അതിൽ വരുന്ന സിഫത്തായി വരുന്ന നഅത്തായി വരുന്ന ആ പദവും ഇതുപോലെയായിരിക്കും, റഫ് ആയിരിക്കും, അലിഫ്ലാമൊക്കെ ഉണ്ടാവും. ഓക്കെ, അടുത്തത് സുർതു, ഞാൻ സന്ദർശിച്ചു, ലാഹിയത്തൻ, ഒരു തെരുവ് ഞാൻ സന്ദർശിച്ചു. എങ്ങനത്തെ ചെരുവ്? നമ്മൾ ലാഹിയത്ത് മിൻ ലവാഹിൽ മദീന എന്നുള്ള പാഠം നമ്മൾ അതവർ പഠിച്ചല്ലോ, അതാണ് ലാഹിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു മലഞ്ചെരുവ് അല്ലെങ്കിൽ തെരുവ് എന്നൊക്കെ, മലഞ്ചെരുവ്. ഓക്കെ, ചെരുവ് എന്ന് പറയുന്നതാണ്. സുർതു ലാഹിയത്ത്, ഞാനൊരു ചെരുവ് സന്ദർശിച്ചു. എങ്ങനത്തെ ചെരുവാണത്? എങ്ങനത്താണ്? ജമീലത്തൻ അല്ലേ. ഇവിടെ സുർതു എന്നുള്ളതിൻ്റെ മഫ്ഊലാണ് എന്ത്? ലാഹിയത്തൻ എന്ന്. അപ്പോൾ മഫ്ഊൽ മൻസൂബാണ്, അപ്പോൾ അതിന് വരുന്ന സിഫത്തായി വരുന്നതും മഫ്ഊൽ മൻസൂബ് തന്നെയായിരിക്കും. ലാഹിയത്തൻ എന്നുള്ളത് അലിഫ്ലാം ഇല്ല, അപ്പോൾ അതിലും അലിഫ്ലാം ഉണ്ടാവില്ല. ലാഹിയത്തൻ, ജമീലത്തൻ, അല്ലെങ്കിൽ ഹസനത്തൻ, പിന്നെ റായിയത്തൻ, വളരെ സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു പദം നിങ്ങളവിടെ സിഫത്തായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ലിൽ ജമലി, ഒട്ടകത്തിനെ കൊണ്ട് ഉനുക്കുൻ, കഴുത്തുണ്ട്. എങ്ങനത്തെ കഴുത്താണ്? നല്ല നീളമുള്ള, അപ്പോൾ അതിന് നല്ലൊരു സിഫത്ത് അവിടെ ചേർത്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടത് ലിൽ ജമലി എന്നുള്ളതിൻ്റെ ഉനുക്കുൻ എന്നുള്ളത് റഫ് ആണ്, അപ്പോൾ അത് റഫ് ആകുമ്പോൾ അതിൻ്റെ സിഫത്തായി വരുന്നതിനും റഫ് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഉൻകുൻ ത്വവീലുൻ എന്നോ, അല്ലെങ്കിൽ ഉൻകുൻ മദീദുൻ എന്നോ, വളരെ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു സിഫത്ത് അവിടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അടുത്തത് തനാഫസു, നിങ്ങൾ മത്സരിക്കുക, ഫിൽ അമലി, പ്രവർത്തനത്തിൽ. എങ്ങനത്തെ പ്രവർത്തനത്തിലാണ്? ഖൈറായതോ ഷെറായതോ ഉപകാരമുള്ളതോ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു ഇസ്മ അവിടെ ചേർത്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടത് ഫിൽ അമലി എന്നുള്ളത് മജറൂറാണ്, അപ്പോൾ അതിനകത്തായി വരുന്ന ആ പദത്തിനും മജറ് തന്നെയായിരിക്കും കൊടുക്കേണ്ടത്. പിന്നെ അൽ അമലിൽ അലിഫ്ലാം ഉണ്ട്, അപ്പോൾ അതിലും അലിഫ്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ വർക്ക്. ഇനി രണ്ടാമത്തെ വർക്കോ ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട്, ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തത് നാത്തുകളായിരുന്നു. ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നാത്തുകൾ ഇവിടെയുണ്ട്, അതിന് പകരം മനുഅത്തുകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ വിശേഷണം പറയപ്പെടുന്ന വസ്തുവിനാണ് മനുഅത്ത് എന്ന് പറയാം. അപ്പോൾ അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലാഹു മനുഅത്ത മുനാസിബൻ ഫിൽ മക്കാൻ ലഖാലി വഷ്കുൽ ആഖിറഹു, ഇവിടെ യോജിച്ച മനുഅത്തുകൾ ചേർത്ത് കൊടുക്കുക. ആ മനുഅത്തിൻ്റെ അവസാനത്തിലേക്ക് അതിൻ്റെ അവസാനം വ്യക്തമാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് റഫ് ആണെങ്കിൽ റഫ് ആണ് എന്ന് അവിടെ അടയാളപ്പെടുത്തുക. അങ്ങനെ നസ്ബ് ആണെങ്കിൽ നസ്ബ് വ്യക്തമാക്കി എഴുതാന്ന് പറഞ്ഞത്. യുഹിബ്ബുന്നാസു, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. അൽ ആദില, നീതിമാനായ. എന്തിനെ? അപ്പോൾ എന്തിനെ? മൻഊത്തിനെയാണ്. അപ്പോൾ അത് ആ മൻഊത്തിൻ്റെ സിഫത്ത് ഇവിടെ പറഞ്ഞു, നീതിമാനായ എന്ന് പറഞ്ഞു. ഇനി ആരിലാണ് ആ നീതി ഉള്ളത്? അതാണ് അവിടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. യുഹിബ്ബുന്നാസ്, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. ആരെ? ഒരു മനുഷ്യനെ. ആ മനുഷ്യൻ നീതിമാനാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തേണ്ടത്? നല്ലൊരു ഇസ്മ അവിടെ മൻഊത്തായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അൽ ആദില എന്നുള്ള സിഫത്ത് നാത്തിൽ എന്തുണ്ട്? അലിഫ്ലാമുണ്ട്, അതുപോലെ തന്നെ മൻസൂബുമാണ്. പിന്നീട് അപ്പോൾ എന്തായിരിക്കണം? ഇവിടെ മൻസൂബായ ഒരു അലിഫ്ലാമുള്ളൊരു പദമായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ യുഹിബ്ബുന്നാസ്, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. അൽ ഇമാം അൽ ആദില അല്ലേ, ഇമാം അൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയെ. അപ്പോൾ അതുപോലെ വേറെ എന്തെങ്കിലും അൽ ഹാക്കിം അൽ ആദില, അല്ലെങ്കിൽ അൽ ഖാദിയൽ ആദില എന്ന വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു പദം അവിടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. രണ്ടാമത്തെ ഫിൽ ബുസ്താനി, തോട്ടത്തിലുണ്ട്. മുഫത്തഹത്തുൻ,
വിരിഞ്ഞതായ എന്തുണ്ട് എന്ന് ചോദ്യമുണ്ട്. അപ്പോൾ എന്താണ് അവിടെ ഉള്ളത്? മുഫത്തഹത്ത് എന്ന് പറഞ്ഞാൽ വിരിഞ്ഞത് എന്നുണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു മനോത്തിന് ചേർത്ത് കൊടുക്കണം. മനോത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുഫത്തഹത്തൻ എന്നുള്ളത് മർഫു ആണ്. അപ്പോൾ അവിടെ മുമ്പ് വരുന്ന മനോത്തും എന്തായിരിക്കണം? മർഫു തന്നെ ആയിരിക്കണം. നാത്തിൽ അലിഫ്ലാം ഇല്ല, അപ്പോൾ മനോത്തിലും അലിഫ്ലാം ഉണ്ടാവുകയില്ല. അടുത്തത് അൽ കസീർ യളുറുൽ മഅദ, അധികരിച്ചുള്ളതായ ഡാഷ് എന്ത് ചെയ്യും? മഅദത, ആമാശയത്തെ കേടുവരുത്തുമെന്നാണ്. അപ്പോൾ അധികരിച്ചുള്ളതായ എന്ത്? തീറ്റ എന്നോ ഇനി വേറെന്തെങ്കിലും. അൽ അക്ലുൽ കസീർ യളുറുൽ മഅദ. ഓക്കെ. പിന്നെ നാലാമത്തെ തഹ്മിലു ഷജറത്തു, മരം ചുമക്കുന്നു. എന്തിനെ? നാലിജത്തൻ, പാകമായ. എന്തിനെ എന്നിവിടെ പറഞ്ഞിട്ടില്ല, എന്തിനെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. ഓക്കെ. ആ മനോഹത്തിന് ഇവിടുത്തെ മഫൂലാണ്. ഇവിടെ നാലിജത്ത് എന്നുള്ള ന്യായത്തിൻ്റെ മനോഹത്താണ് കളഞ്ഞു പോയിട്ടുള്ളത്, അവിടെ ഇല്ലാത്തത് അവിടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഓക്കെ. തഹ്മിലു ഷജറ, മരങ്ങൾ ചുമക്കുന്നു. തിമാറൻ എന്നല്ലെങ്കിൽ അസ്മാരൻ എന്ന, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പാകമായ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ നാലിജത്തൻ എന്നുള്ളത് എന്താണ്? ഇവിടെ മുഅന്നസാണ്. അപ്പോൾ മനൂത്ത് മുഅന്നസായിരിക്കണം. നാലിജത്തിൽ അലിഫ്ലാമില്ല, അപ്പോൾ മനൂത്തിലും അലിഫ്ലാം ഉണ്ടാവുകയില്ല. പിന്നെ ലിത്താവൂസി, എന്തിനിക്കുണ്ട്? മയിലിനിക്കുണ്ട്. ജമീലുൻ, ഭംഗിയുള്ളതായ. വാലിനർത്ഥം ദൈല് എന്നാണ്. അപ്പോൾ ലിത്താവൂസി ദൈലുൻ ജമീലുൻ, ദാല് യാ ലാമ് ദൈല്. ഓക്കെ. ലിത്താവൂസി ആർക്ക്? മയിലിനിക്കുണ്ട്. ദൈലുൻ, അതിൻ്റെ വാലുണ്ട്. ജമീലുൻ, ഭംഗിയുള്ളതായ എന്നൊക്കെയാണ് കേട്ടോ. പിന്നെ വലഅതു സൂറത്ത, ഞാൻ ഫോട്ടോ വെച്ചു. ഫി ബദീഇൻ, ബദീഇൻ എന്ന് പറഞ്ഞാൽ വളരെ ആശ്ചര്യകരമായ എന്നൊക്കെ അർത്ഥത്തിൽ, നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന എന്നൊക്കെ അർത്ഥം. അപ്പോൾ അവിടെ എന്ത് ചേർത്ത് കൊടുക്കണം? അവിടെ ഒരു മനൂത്ത് ചേർത്ത് കൊടുക്കണം. എന്തിലാണ് വെച്ചത്? എന്താണ്? ഫ്രെയിമിലോ അതഞ്ഞ് ഷെൽഫിലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ളൊരു പദം അവിടെ ചേർത്ത് കൊടുക്കുക. ഫ്രെയിമിന് ഇത്തോർ എന്ന് പറയാം. അലിഫ് തോ അലിഫ് പിന്നെ റ, അപ്പോൾ ഇത്തോർ എന്ന് പറയും കേട്ടോ. ഇത്തോർ. ഓക്കെ. ജംഉ ഉത്തുറൻ. അതുപോലെ തന്നെ അബ്സർതു ഫിൽ ഹഖിലി, ഞാൻ തോട്ടത്തിൽ കണ്ടു. ഇനി എങ്ങനെ, എന്തിനെ കണ്ടു എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. എങ്ങനെ, എന്തിനെയാണ് കണ്ടത്? എന്തെങ്കിലും ജീവിയുടെ പേരുടെ എഴുതിയാൽ മതി. ആ പേര് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുഫ്തരിസിൽ അലിഫ്ലാം ഇല്ല, തൻവീനാണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും അനുഭവത്തിലും വരേണ്ടത്. ഇനി അടുത്തത് അതുപോലെ തന്നെ അക്റഹു സൈറ, യാത്രയെ ഞാൻ വെറുക്കുന്നു. എവിടെ? ഫിൽ മുസ്ദഹിം, തിരക്കുള്ളതായ എവിടെ? റോട്ടിലോ ഇനി വേറെ എവിടെയെങ്കിലൊക്കെ ആയിട്ടോ. അപ്പോൾ അക്റഹു സൈറ, ഞാൻ യാത്രയെ വെറുക്കുന്നു. ഫി ഡാഷ് മുസ്ദഹിമ, തിരക്കുള്ളതായ അവിടെ എന്നർത്ഥം. അപ്പോൾ ആ ഫീൻ്റെ ശേഷമുള്ള മനൂത്തിനെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ നേരത്തെ അവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിസ്സമായി, ആകാശത്തുണ്ട്. ഫിസ്സമായി, ആകാശത്തുണ്ട്. ലാമ്യത്തുൻ, പ്രകാശിക്കുന്നതായ. എന്ത് പ്രകാശിക്കുന്നതായ? ലാമ്യത്തുൻ എന്നുള്ളതിന് നല്ലൊരു മനൂത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നുജൂമുൻ ലാമ്യ, തിളങ്ങുന്നതായ നക്ഷത്രങ്ങളുണ്ട്. അറാഫിൽ ജവ്വി, ആ അന്തരീക്ഷത്തിൽ ഞാൻ കാണുന്നു. കസീഫൻ, തിങ്ങിയതായ. എന്ത് തിങ്ങിയതായിട്ട്? എന്താ? പുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ? കസീഫ്, തിങ്ങിയതായിട്ട് ഞാൻ കാണുന്നു അന്തരീക്ഷത്തിൽ. കസീഫൻ അറാഫിൽ ജവ്വി, അന്തരീക്ഷത്തിൽ ഞാൻ കാണുന്നു. എന്തിനാ? ദുഹാൻ. ദുഹാൻ എന്ന് പറഞ്ഞാൽ എന്താ? പുകക്ക് പറയട്ടോ. അല്ലെങ്കിൽ ഇനി പൊടിപടലങ്ങൾക്ക് എന്താണ്? അങ്ങനെ എന്തെങ്കിലും പദമായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. പൊടിപടലെന്നോ അല്ലെങ്കിൽ ഉബാർ അല്ലേ, ഉബാർ. അതുപോലെ തന്നെ ദുഹാൻ എന്നൊക്കെ പറയും എന്തിന്? പുകക്ക്. കസീഫ് എന്ന് പറഞ്ഞാൽ തിങ്ങിയ. അപ്പോൾ ഈ രണ്ട് വർക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഇതിന് ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് സൂചനകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതുക. അസ്സലാമു അലൈക്കും.